വായനാദിന ക്വിസ് മത്സരങ്ങളിലെ ഉറപ്പായ 30 ചോദ്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. വെൽക്കം ബാക്ക് ടു സ്കൂൾഷിപ്പ്. ഇതുപോലെയുള്ള ക്വിസ് പ്രസംഗ വീഡിയോകൾക്കും ഇംഗ്ലീഷ് ക്ലാസ്സുകൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. വായനാദിനം ക്വിസ്. ചോദ്യം നമ്പർ 1. ലോക പുസ്തക ദിനം എന്നാണ്? ഏപ്രിൽ 23. ലോക പുസ്തക ദിനം എന്നാണ്? ഏപ്രിൽ 23. 2. P.N. പണിക്കരുടെ ജന്മദേശം? നീലംപേരൂർ. 2. P.N. പണിക്കരുടെ ജന്മദേശം നീലംപേരൂർ. 3. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈബ്രറിയായ നാഷണൽ ലൈബ്രറി ഓഫ് ഇന്ത്യയുടെ പഴയ പേര് എന്ത്? ഇംപീരിയൽ ലൈബ്രറി, കൊൽക്കത്ത. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈബ്രറിയായ നാഷണൽ ലൈബ്രറി ഓഫ് ഇന്ത്യയുടെ പഴയ പേരെന്ത്? ഇംപീരിയൽ ലൈബ്രറി, കൊൽക്കത്ത. 4. വായന ഒരു മനുഷ്യനെ പൂർണ്ണനാക്കുന്നുവെന്ന് പറഞ്ഞ ഇംഗ്ലീഷ് എഴുത്തുകാരൻ ആര്? ഫ്രാൻസിസ് ബേക്കൺ. 4. വായന ഒരു മനുഷ്യനെ പൂർണ്ണനാക്കുന്നുവെന്ന് പറഞ്ഞ ഇംഗ്ലീഷ് എഴുത്തുകാരൻ ആര്? ഫ്രാൻസിസ് ബേക്കൺ. 5. മറിഞ്ചേടത്തി ഏത് നോവലിലെ കഥാപാത്രമാണ്? ആലാഹയുടെ പെൺമക്കൾ. മറിഞ്ചേടത്തി ഏതു നോവലിലെ കഥാപാത്രമാണ്? ആലാഹയുടെ പെൺമക്കൾ. 6. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെ? തിരൂർ, മലപ്പുറം. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെ? തിരൂർ, മലപ്പുറം. 7. പുസ്തകങ്ങളെക്കുറിച്ചുള്ള പഠനശാഖ? ബിബ്ലിയോഗ്രഫി. പുസ്തകങ്ങളെക്കുറിച്ചുള്ള പഠനശാഖ ബിബ്ലിയോഗ്രഫി. 8. ഗാന്ധിജിയുടെ ജീവിതത്തിൽ വഴിത്തിരിവായ പുസ്തകം? അൺടു ദിസ് ലാസ്റ്റ് ബൈ ജോൺ റസ്കിൻ. ഗാന്ധിജിയുടെ ജീവിതത്തിൽ വഴിത്തിരിവായ പുസ്തകം അൺടു ദിസ് ലാസ്റ്റ്, ജോൺ റസ്കിൻ. 9. ഒന്നാം സ്വാതന്ത്ര്യ സമരം പശ്ചാത്തലമാക്കി മലയാറ്റൂർ രചിച്ച നോവൽ? അമൃതം തേടി. ഒന്നാം സ്വാതന്ത്ര്യ സമരം പശ്ചാത്തലമാക്കി മലയാറ്റൂർ രചിച്ച നോവൽ അമൃതം തേടി. 10. OV വിജയന്റെ ഏതു നോവലിലെ കഥാപാത്രമാണ് രവി? ഖസാക്കിന്റെ ഇതിഹാസം. OV വിജയന്റെ ഏതു നോവലിലെ കഥാപാത്രമാണ് രവി? ഖസാക്കിന്റെ ഇതിഹാസം. 11. കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ? തകഴി ശിവശങ്കരപ്പിള്ള. കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ തകഴി ശിവശങ്കരപ്പിള്ള. 12. ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായിരുന്ന പ്രമുഖ കവി? കുമാരനാശാൻ. ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായിരുന്ന പ്രമുഖ കവി കുമാരനാശാൻ. 13. നെല്ല് നോവലിന്റെ രചയിതാവായ 2023 അന്തരിച്ച പ്രമുഖ എഴുത്തുകാരി? P. വത്സല. നെല്ല് നോവലിന്റെ രചയിതാവായ 2023 അന്തരിച്ച പ്രമുഖ എഴുത്തുകാരി? P. വത്സല. 14. കണ്ണീരും കിനാവും ആരുടെ ആത്മകഥയാണ്? VT ഭട്ടതിരിപ്പാട്. കണ്ണീരും കിനാവും ആരുടെ ആത്മകഥയാണ്? VT ഭട്ടതിരിപ്പാട്. 15. 2023 സാഹിത്യ നോബൽ നേടിയ നോർവീജിയൻ എഴുത്തുകാരൻ? യോൺ ഫോസെ. 2023 സാഹിത്യ നോബൽ നേടിയ നോർവീജിയൻ എഴുത്തുകാരൻ യോൺ ഫോസെ. 16. കേരളത്തിൽ നിന്നുള്ള ജ്ഞാനപീഠ ജേതാക്കളുടെ എണ്ണം? 6. കേരളത്തിൽ നിന്നുള്ള ജ്ഞാനപീഠ ജേതാക്കളുടെ എണ്ണം 6. 17. മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത്? M. മുകുന്ദൻ. മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് M. മുകുന്ദൻ. 18. ബുക്കർ സമ്മാനം നേടിയ ഗീതാഞ്ജലി ശ്രീയുടെ ഹിന്ദി നോവൽ? ടോംബ് ഓഫ് സാൻഡ്. ബുക്കർ സമ്മാനം നേടിയ ഗീതാഞ്ജലി ശ്രീയുടെ ഹിന്ദി നോവൽ ടോംബ് ഓഫ് സാൻഡ്. 19. ടാഗോറിന്റെ ഗീതാഞ്ജലിക്ക് ആമുഖം എഴുതിയ പ്രശസ്ത ഇംഗ്ലീഷ് കവി? W.B. യേറ്റ്സ്. ടാഗോറിന്റെ ഗീതാഞ്ജലിക്ക് ആമുഖം എഴുതിയ പ്രശസ്ത ഇംഗ്ലീഷ് കവി? W.B. യേറ്റ്സ്. 20. മലയാളത്തിലെ ആദ്യ സഞ്ചാര സാഹിത്യ കൃതി? വർത്തമാന പുസ്തകം. മലയാളത്തിലെ ആദ്യ സഞ്ചാര സാഹിത്യ കൃതി? വർത്തമാന പുസ്തകം. 21. എൻഡോസൾഫാൻ ദുരിതബാധ പ്രമേയമാക്കി അംബികാസുധൻ മാങ്ങാട് എഴുതിയ നോവൽ? എൻ മഗജെ. എൻഡോസൾഫാൻ ദുരിതബാധ പ്രമേയമാക്കി അംബികാസുധൻ മാങ്ങാട് എഴുതിയ നോവൽ എൻ മഗജെ. 22. കഥകളിയുടെ സാഹിത്യരൂപം? ആട്ടക്കഥ. കഥകളിയുടെ സാഹിത്യരൂപം ആട്ടക്കഥ. 23.
ഹെലൻ കെല്ലറുടെ ആത്മകഥ ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്. ഹെലൻ കെല്ലറുടെ ആത്മകഥ ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്. 24. കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം ആരുടെ ആത്മകഥയാണ്? കല്ലേൽ പൊക്കുടൻ. കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം ആരുടെ ആത്മകഥയാണ്? കല്ലേൽ പൊക്കുടൻ. 25. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. 26. ഇന്ത്യയിലെ ആദ്യ ദിനപത്രം ബംഗാൾ ഗസറ്റ്. ഇന്ത്യയിലെ ആദ്യ ദിനപത്രം ബംഗാൾ ഗസറ്റ്. 27. ടെയിൽസ് ഓഫ് അതിരാണിപ്പാടം ഏതു നോവലിന്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ്? ഒരു ദേശത്തിന്റെ കഥ. ടെയിൽസ് ഓഫ് അതിരാണിപ്പാടം ഏതു നോവലിന്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ്? ഒരു ദേശത്തിന്റെ കഥ. 28. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന മാസിക തളിര്. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന മാസിക തളിര്. 29. ഇന്ത്യയിലെ ആദ്യ ഗ്രാഫിക് നോവലായി കണക്കാക്കുന്നത് ഏത് കൃതി? ഒറിജിത് സെന്നിന്റെ റിവർ ഓഫ് സ്റ്റോറീസ്. ഇന്ത്യയിലെ ആദ്യ ഗ്രാഫിക് നോവലായി കണക്കാക്കുന്നത് ഏത് കൃതി? ഒറിജിത് സെന്നിന്റെ റിവർ ഓഫ് സ്റ്റോറീസ്. 30. എഴുത്തച്ഛൻ പുരസ്കാരം സമ്മാനത്തുക എത്രയാണ്? 5 ലക്ഷം രൂപ. എഴുത്തച്ഛൻ പുരസ്കാരം സമ്മാനത്തുക എത്രയാണ്? 5 ലക്ഷം രൂപ. ഈ 30 ചോദ്യങ്ങളും നിങ്ങൾ തീർച്ചയായും പഠിക്കുക. നിങ്ങളുടെ ക്വിസ് മത്സരങ്ങളിൽ നിങ്ങൾക്ക് എന്തായാലും വിജയിക്കാൻ സാധിക്കും. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്വിസ് പ്രസംഗ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്യുക.